വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ വ്യാപക പരിശോധനയുമായി ക്രൈംബ്രാഞ്ച്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ അടൂരിലെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നാളെ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ഒരു വ്യാപകമായ പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിരിക്കുന്നത്. എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. ജയശങ്കർ, വ്യാപകമായ പരിശോധന ക്രൈംബ്രാഞ്ച് നടത്തുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർന്ന് നിൽക്കുന്നവരുടെ വീടുകളിലാണോ പരിശോധന? എന്താണ് ഈ പരിശോധനയുടെ ഉദ്ദേശം? നാളെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതായത് GK വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട കേസിലെ മ്യൂസിയം പോലീസ് എടുത്ത കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് അടൂർ മേഖലയിലുള്ള ആളുകളായിരുന്നു. ഈ ഫെനി നൈനാൻ ഉൾപ്പെടെ, ഒന്നാം പ്രതി ഫെനി നൈനാൻ ഉൾപ്പെടെ കൂടുതൽ പ്രവർത്തകർ ഈ അടൂർ കേന്ദ്രീകരിച്ചുള്ള ആളുകളാണ്. രാഹുലുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അടൂരിൽ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടുകളിൽ പരിശോധന നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. 10 മണിയോടുകൂടിയാണ് 2 സംഘങ്ങളായി എത്തിയ ക്രൈംബ്രാഞ്ച് സംഘം ഇത്തരത്തിൽ വിവിധ വീടുകളിൽ പരിശോധന നടത്തിയത്. അവർ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഈ മ്യൂസിയം പോലീസാണ് ആദ്യഘട്ടത്തിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് വിവാദങ്ങൾക്കൊപ്പം തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒരു വട്ടം നേരത്തെ മ്യൂസിയം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് മറ്റൊരു സമരവുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുലിൻ്റെ മൊബൈൽ ഫോൺ പോലീസിൻ്റെ കയ്യിൽ കിട്ടുകയും ലോക്കൽ പോലീസ് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആ ഫോൺ പരിശോധിക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എന്തായാലും നിലവിൽ രാഹുലിനോട് നാളെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നു. അതിന് മുന്നോടിയാണ് അടൂരിൽ രാഹുലുമായി അടുത്തു നിൽക്കുന്ന ചില പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ പൊടുന്നനെ ക്രൈംബ്രാഞ്ച് സംഘം എത്തി ഇത്തരത്തിൽ പരിശോധന നടത്തിയിരിക്കുന്നത്. രാഹുലിൻ്റെ വീട്ടിലേക്ക് ഇതുവരെ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ പ്രതിയല്ല. ഈ കേസിൽ രാഹുലിൻ്റെ മൊഴി മാത്രമാണ് നിലവിൽ ക്രൈംബ്രാഞ്ചും അല്ലെങ്കിൽ പോലീസും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ നാളെ ചോദ്യം ചെയ്യാൻ ഇല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തണമെന്നൊരു നിർദ്ദേശം പോലീസിൽ നിന്ന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മാധ്യമ വാർത്തകളിൽ മാത്രമാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത്. ഔദ്യോഗികമായി ജയശങ്കർ, ഈ രാഹുലുമായി അടുത്തു നിൽക്കുന്ന, ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലാണോ ഇപ്പോൾ പരിശോധന നടക്കുന്നത്? മാത്രമല്ല, ഈ പരിശോധനയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ഈ കാര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? 10 മണിയോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് സംഘം അടൂരിലെ വിവിധ ഇടങ്ങളിലുള്ള ഈ രാഹുലുമായി അടുത്ത് നിൽക്കുന്ന വിവിധ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ പ്രവർത്തകർ ആരൊക്കെ എന്തൊക്കെയെന്ന വിവരങ്ങൾ ഇതുവരെ കൃത്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല. ഒരു സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പേരുകൾ നിലവിൽ പങ്കുവെക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ ചില പേരുകളും ചില വിവരങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ അത്തരം വിവരങ്ങൾ അത് ക്രൈംബ്രാഞ്ചിൻ്റെ കൂടി ഔദ്യോഗിക സ്വഭാവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരത്തിൽ പരിശോധനയുടെ മറ്റു വിവരങ്ങളിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് രാഹുലുമായി അടുത്ത് നിൽക്കുന്ന അടൂരിലെ പാർട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.